ഏകാധിപതിയെപ്പോലെ അടക്കി ഭരിച്ചിരുന്ന നരേന്ദ്രമോദിക്ക് ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഉയരുന്ന ചോദ്യം ഇതാണ്. മോദി ഗ്യാരണ്ടി പറഞ്ഞ് പ്രചാരണം നടത്തിയ BJPക്കും NDAയ്ക്കും വൻ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അമേഠിയിൽ സ്മൃതി ഇറാനി പരാജയപ്പെട്ടു. വാരാണസിയിൽ മോദിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞു. RSSന്റെ അതൃപ്തി. ഇങ്ങനെ മൂന്നാം NDA സർക്കാരിന് ഭാരാഷ്ട്രതകൾ ഏറെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ മടിക്കാത്ത ഘടകകക്ഷികളാണ് മറ്റൊരു തലവേദന. വിരട്ടി നിർത്താനുള്ള ഭൂരിപക്ഷം BJPക്കില്ല. മാത്രമല്ല കോൺഗ്രസ് പഴയ കോൺഗ്രസുമല്ല. അതിനാൽ സൂക്ഷിച്ചില്ലെങ്കിൽ മോദി സർക്കാർ താഴെ വീഴും. അതിനിടെയാണ് നെഞ്ചിടിപ്പ് കൂട്ടി രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന എത്തിയത്. നേരിയ അസ്വാരസ്യം പോലും കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാരിനെ തകർക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. മറുകണ്ഠം ചാടാൻ തയ്യാറായിരിക്കുന്നവർ NDAയിലുണ്ട്. മോദി ക്യാമ്പിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നു. NDAയിലെ ഒരു സഖ്യകക്ഷി ബന്ധപ്പെട്ട് കഴിഞ്ഞെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. എന്നാൽ ഈ കക്ഷിയുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. ഒരു ദേശീയ മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു രാഹുലിൻ്റെ വെളിപ്പെടുത്തൽ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മോദി എന്ന ആശയവും മോദിയുടെ പ്രതിച്ഛായയും നശിച്ചു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം NDAയ്ക്കെതിരെ കരുത്തുറ്റ പോരാട്ടമാണ് നടത്തിയത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാവാതെ BJP 240 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി. ഇപ്പോൾ ഭരണത്തിലുള്ള NDA സഖ്യം വളരെ കഷ്ടപ്പെടും. കാരണം 2014ലും 2019ലും നരേന്ദ്രമോദിയെ സഹായിച്ച ഘടകം ഇപ്പോൾ ഇല്ല. കഴിഞ്ഞ 10 വർഷം അയോധ്യയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടി അയോധ്യയിൽ നിന്ന് തൂത്തെറിയപ്പെട്ടു. മതവിദ്വേഷമുണ്ടാക്കുക എന്ന BJPയുടെ മൗലികമായ ആശയം തകരുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നീതിന്യായ സംവിധാനം, മാധ്യമങ്ങൾ തുടങ്ങി സകല സംവിധാനങ്ങളും പ്രതിപക്ഷത്തിന് മുന്നിൽ വാതിലടച്ചു. എന്നാൽ ഞങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി. ഭാരത് ജോഡോ യാത്രകളിൽ നിന്ന് ലഭിച്ച ഒട്ടേറെ ആശയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അതെല്ലാം ഞങ്ങളുടെ ആശയങ്ങളായിരുന്നില്ല, ജനങ്ങളിൽ നിന്ന് ലഭിച്ചതാണ്. കൈ പിന്നിൽ കെട്ടിയിടപ്പെട്ട അവസ്ഥയിലാണ് തങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും ചെയ്യേണ്ടത് എന്താണെന്ന് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയാമായിരുന്നുവെന്നും രാഹുൽ പറഞ്ഞു. രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയ NDA നേതാവ് ആരാവും എന്ന ചോദ്യമാണ് ഉയരുന്നത്. നിതീഷ് കുമാർ ആവാനാണ് സാധ്യത എന്ന സൂചനയും വരുന്നുണ്ട്. മുന്നണികൾ മാറുന്നതിൽ അസാമാന്യ മെയ്വഴക്കമുള്ള നേതാവാണ് നിതീഷ് മാത്രമല്ല, ചന്ദ്രബാബു നായിഡുവും NCP അജിത് പവാർ വിഭാഗവുമെല്ലാം അതൃപ്തരാണ്. ഈ സാഹചര്യത്തിൽ എന്തും സംഭവിച്ചേക്കാം എന്ന അവസ്ഥയാണുള്ളത്.